കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിനെ VC ഏകപക്ഷീയമായി മാറ്റിയതിൽ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധം. VCക്കെതിരെ ഇടതംഗങ്ങൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് VC മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇത് മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ VCയുടെ ഏകപക്ഷീയമായ പല നിലപാടുകളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നും. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെ 9:30 ഈ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേർന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സെനറ്റ് അംഗങ്ങളും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറും ഈ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു പ്രധാന അജണ്ട. പക്ഷേ ഈ അജണ്ടയ്ക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ സെനറ്റ് മാത്രമാണ് വൈസ് ചാൻസലർ വിളിച്ചു ചേർത്തത്. റെഗുലറായിട്ടുള്ള സെനറ്റ് യോഗം VC വിളിച്ചു ചേർക്കാൻ തയ്യാറായില്ല. അതിനോടൊപ്പം തന്നെ ഏകപക്ഷീയമായി ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകനെ മാറ്റി എന്നുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. അത്തരം സാഹചര്യം തന്നെയാണ് യോഗം തുടങ്ങിയപ്പോൾ ഉണ്ടായത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിനിടയിൽ ഈ ഒറ്റ അജണ്ട മാത്രം പാസാക്കി VC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് വരികയും അതിനോടൊപ്പം തന്നെ VCയുടെ ഭാഗത്തു നിന്ന് മിക്ക വിഷയങ്ങളിലും ഏകപക്ഷീയമായ നിലപാടാണ് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം നിലവിൽ സർവകലാശാലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമായും ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാത്തത്, റെഗുലർ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാത്തത്, ഒപ്പം തന്നെ ഈ സർവകലാശാല വിദ്യാർത്ഥിയായിട്ടുള്ള ബിപിൻ വിജയൻ, ജാതി അധിക്ഷേപം നേരിട്ട ബിപിൻ വിജയൻ്റെ PhD വിഷയത്തിൽ ഇതുവരെയും വൈസ് ചാൻസലർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയങ്ങളിലൊക്കെ ഒരു കൃത്യമായ തീരുമാനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതി.